ഞാനും ഹരിഗോവിന്ദും ഇത്രയും ദിവസം ഞങ്ങളെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. 5:30 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു വീർപ്പ് മുട്ടല, ആളുകളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി പന്തോറയുടെ കളി നാട്ടിലാണ്. ഇന്ന് നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളം കടവന്ത്രയിൽ, അവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്നിട്ടുള്ള മനോഹരമായ ഒരു ടർഫ്. ആ ടർഫിന് ചുറ്റുമാണ് ഇന്ന്. അവിടെ ഒരുപാട് നമ്മുടെ കുഞ്ഞ് റൊണാൾഡോ, കുഞ്ഞു മെസ്സി, അല്ലെ? ആരൊക്കെയാ അതില്? റൊണാൾഡോയുടെ ആളുകൾ ആരൊക്കെയാ? ഇല്ലേ? ഒരു ലോഡ് സൂ ഉണ്ട് കേട്ടോ. ഒരു സൂ അല്ല, ഒരു ലോഡ് സൂ ഉണ്ട്. ഹരി, ഇതെന്താണ് ഇന്ന് ഇപ്പൊ വളരെ എക്സൈറ്റഡ് ആണ് നമ്മൾ കുട്ടികളെല്ലാരും. ഈ റൊണാൾഡോക്ക് കുറച്ച് ആരാധകർ കൂടുതലുണ്ട്. അതെ, റൊണാൾഡോ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിള്ളേരെ. ഫുള്ള് സൂ ആണ് വന്നപ്പോ തൊട്ട്. മെസ്സി ഫാൻസ് ആരൊക്കെ ഉള്ളത് ഇവിടെ? മെസ്സി ഫാൻസ് ഉണ്ടോ? മെസ്സി എവിടെ? ഞാന് വാ കുഞ്ഞു മെസ്സിയുടെ പേരെന്താ? പേരെന്താ? ബദ്രി. എന്താണ് മെസ്സിനെ ഇഷ്ടപ്പെടാൻ കാരണം? ഗോളാണോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ നമ്മളെ ഗോള്? അടിപൊളിയാണോ? സൂപ്പറാണോ? അത് 2 ഗോൾ അടിച്ച നമുക്ക് വിഷമം കൂടിയോ? വിഷമം ഉണ്ടായില്ല. നമ്മള് ജയിച്ചല്ലോ അല്ലേ? കപ്പടിക്കോ? ഉറപ്പാണോ? പറഞ്ഞേ മെസ്സി കപ്പടിക്കുന്നു പറഞ്ഞേ ചേട്ടന്മാര് കാണാതിരിക്കാം. കപ്പടിക്കും, ഞങ്ങൾ കപ്പടിക്കും കേട്ടോ, ഞങ്ങൾ കപ്പടിക്കും. ഓക്കെ ഹരി, അപ്പൊ ഫുൾ കോൺഫിഡൻസിലാണ്. നമുക്ക് ഇവരിലേക്ക് ഒന്ന് വരണം സാറേ. നമ്മളെ എങ്ങനെയാണ് സാർ ഇവിടെ നമ്മളെ റീജിയണൽ സ്പോർട്സ് സെന്ററിന്റെ ട്രെയിനിങ് ആണ് അല്ലേ? ട്രെയിനിങ് കുട്ടികളൊക്കെ വളരെ മിടുക്കരായ കുട്ടികളാണ്. നല്ല ഇപ്പോഴേ വേൾഡ് കപ്പിന്റെ ഒരു ആവേശത്തിലാണ് അവരെല്ലാവരും. കുഞ്ഞുങ്ങളാണിപ്പോലും നല്ലൊരു ആവേശമാണ് അവർക്ക്. റൊണാൾഡോനെയും മെസ്സിയെയും എംബാപ്പ, ഹാരി കെയ്ൻ, ഇവരെ എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സാണ് എല്ലാവരും. അവരെ അനുകരിക്കുന്ന, ഇപ്പോഴേ കുട്ടിക്കാലത്ത് തന്നെ അവരെ അനുകരിച്ചുകൊണ്ടുള്ള ആക്ഷനും എല്ലാം കാണിക്കും. ഹരിക്ക് എന്താണ് തോന്നുന്നത്? ഹരി ഇങ്ങനെയൊക്കെ കളി തുടങ്ങിയ ആളാണ് കുട്ടിയായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കളി തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പൊടിക്ക് ആവേശം കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മളൊന്നും ഈ സമയത്ത് അത്ര റൊണാൾഡോ മെസ്സി എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ വലിയ ആരാധനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പിള്ളേരൊക്കെ ആണ് വന്നപ്പോ തൊട്ട്. പിള്ളേർക്കൊക്കെ റൊണാൾഡോനെ മെസ്സിനെ മതി, അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ. അപ്പോൾ ഫുട്ബോൾ വളരുന്ന സന്തോഷമല്ലേ നമുക്ക്. പിള്ളേരും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും വന്ന് കളിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്.